ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ കേട്ടോ, അങ്ങനെ വലിയ വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. നമ്മൾ ഇച്ചുകുട്ടന് ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്ന് കുറേ നാളായിട്ട് പറയാം കേട്ടോ. അപ്പം ഞാനിന്ന് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്ത്, അപ്പോൾ അവനോട് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ അവൻ പറയാം ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്ന്. അപ്പോൾ അതാ അവനത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. കുറേ നാളായി എന്നോട് പറയുന്നു. അപ്പം ഞാനത് കിട്ടിയപ്പോൾ ഒന്ന് വാങ്ങിച്ചു കൊണ്ടുകൊടുത്തു. ഇതുപോലെ ഒന്ന് സ്ട്രോബെറി കൊണ്ടുകൊടുത്തപ്പോൾ അത്ര വലിയ പിടുത്തൊന്നുമില്ല. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ കരുതി ചവച്ച് തുപ്പി കളയുന്നു. എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ, ഞാൻ സത്യം പറയാം. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താകുന്നത്, നമ്മൾ ഈ വാടിപ്പഴുത്ത പേരയ്ക്ക ഉണ്ടാക്കില്ലേ, മധുരമില്ലാതെ അതുപോലെയൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുള്ളു. പക്ഷെ മക്കൾക്ക് രണ്ടാക്കും നല്ല ഇഷ്ടമായി. അവരത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. ഞാൻ ജ്യൂസ് അടിച്ചുതരാം, ഷെയ്ക്ക് അടിച്ചുതരാമെന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും വേണ്ട, അവർ വെറുതെ അത് കഴിച്ചു കേട്ടോ. ഇത്ര ഇഷ്ടമാവും കരുതിയില്ല. അവർക്ക് ഈ കാണാനുള്ള ഭംഗി പോലെ തന്നെ അത് അത്രമാത്രം ഇഷ്ടമാവുകയും ചെയ്തു. എനിക്കെന്തോ അവനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ കൊണ്ടു കൊടുക്കാനോ അവൻ്റെ മുഖത്ത് വരുന്ന സന്തോഷം കാണാനോ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അമ്പുട് കൂട്ടാനൊന്നും പറയാനായിട്ടില്ല, എന്നാലും അമ്പുടുവിനെ കൊണ്ട് പറ്റുന്ന പോലെ ഓരോന്നും പറയാറുണ്ട്. അതൊക്കെ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യും. നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ എന്താ പറയുക, ചില സമയത്ത് സത്യം പറയാം, ചില സമയത്ത് സന്തോഷം കൊണ്ട് അറിയാതെ കണ്ണ് നിറഞ്ഞുകൊണ്ടും ചിലപ്പോൾ പറയാൻ വാക്കുകൾ കിട്ടില്ല. ഞാൻ അതൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊക്കെ വെറുതെ ഉള്ളൊരു കാര്യമൊക്കെ കരുതും. പക്ഷെ സത്യം കേട്ടോ, നമുക്ക് ഒരുപാട് സന്തോഷം വരുമ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞ് നിൽക്കുമ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല, അറിയാതെ കണ്ണ് നിറഞ്ഞു പോവും. മുഖത്ത് വരുന്ന സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും വേറെ ഒന്നിനും തരാൻ പറ്റില്ല. എന്തോ എനിക്ക് വലിയ ആഗ്രഹം, ഏട്ടന് അടുത്തില്ലാത്തതുകൊണ്ട് അവരാഗ്രഹങ്ങളൊന്നും അങ്ങനെ സാധിച്ചു ഇരിക്കണം എന്നുള്ളതൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. അവരെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യും. ദേഷ്യം വരുമ്പോൾ ഞാൻ വഴക്ക് പറയും, ചീത്ത പറയും, ചിലപ്പോൾ രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലുതായിട്ട് അടിക്കലൊന്നുമില്ല. നമ്മളെ ഇങ്ങനെ അമ്പുടൂന് വല്ലാതെ കുറുമ്പ് കാണിക്കുമ്പോൾ കാലിനിട്ടൊരു അടി കൊടുക്കും. നല്ല വഴക്കാളികളാണ് രണ്ടാളും. പിന്നെ അതാ സന്ധ്യ ആയപ്പോൾ സ്ഥിരം പരിപാടി, ഇതാ വിളക്ക് കത്തിച്ച് രണ്ടാളും കൂടെ പ്രാർത്ഥിക്കുക. അപ്പോൾ അതിനൊരു കുഞ്ഞു വിളക്കും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അമ്പുടുക്കുട്ടന് ഇച്ചൂസും ഇറയത്തിരുന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് നമ്മൾ ചന്ദനത്തിരി കുത്തിക്കുന്ന സ്റ്റാൻഡൊക്കെ മക്കൾ കൊണ്ട് എവിടെയോ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് കാണാത്തതുകൊണ്ട് ഒരു പഴത്തിൽ കൊണ്ട് കുത്തി വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ഇച്ചൂസ് അത് പറഞ്ഞുകൊണ്ട് നിൽക്കുക, അത് വേണ്ട അമ്മ ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കുഞ്ഞു വീഡിയോ.